ഇന്ന് നമ്മൾ നേരെ വർക്കല കാപ്പിൽ ബീച്ചിലോട്ടൊന്ന് പോവാണ്. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിച്ചെറുക്കന്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ട് നടത്താൻ പ്ലാൻ ചെയ്ത് വെച്ച ദിവസമാണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ചെറുക്കൻ ടീംസും കറക്റ്റ് ടൈമിൽ ഒരേപോലെയാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലയേണ്ടി വന്നുള്ളത് ഫ്രണ്ടിൽ പോകുന്ന കാറിൽ നമ്മുടെ ചെറുക്കനും ടീംസും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞിസാക്കി. ആള് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഭയങ്കര ഗൗരവത്തിലാണ്. പിന്നെ ഞങ്ങൾ ഷൂട്ടിനുള്ള പ്രോപ്പർട്ടീസുമായിട്ട് നേരെ ലക്ഷ്യം വെച്ച സ്പോട്ടിലേക്ക്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു ഈ പച്ച പോച്ചയിൽ വല്ല എടുത്താൽ പോരാ, കുറച്ചുകൂടെ നടന്നാൽ നല്ല സ്പോട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും നടത്തിച്ചു. കുറച്ച് നടന്നെങ്കിൽ എന്താ നല്ല അടിപൊളി സ്പോട്ട് ഞങ്ങൾക്ക് കിട്ടിയ നല്ല ശാന്തവും സമാധാനവും പച്ചപ്പും നിറഞ്ഞ ഒരു ഏരിയ. സെറ്റ് വേറെ ഒന്നും ചിന്തിക്കാനില്ല. സ്പോട്ടിൽ എത്തിയപ്പോഴേ ഷൂട്ടിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ച് ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരുവിധം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ അവരെല്ലാം ഓക്കെയാണ്. ഇനിയാണ് നമുക്ക് ടാസ്ക്. ഈ കാണുന്ന കുരിപ്പിന് നമുക്കും സോപ്പിട്ട് എടുക്കണം. സഹകരിക്കണ്ടേ? ഒരു പാട്ടിട്ട് കൊടുത്താൽ ഇവനെ മയക്കി എടുക്കാന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. അങ്ങനെ ഇട്ടിരുന്ന ഡ്രസ്സിൽ 2-3 ഫോട്ടോ എടുത്തതിന് ശേഷം അടുത്ത കോസ്റ്റ്യൂം ഇട്ട് അങ്ങോട്ട് ഇറക്കിയിരിക്കുന്നു. ഇവനിപ്പോ നടക്കാനായപ്പോഴേക്കും ആരും എടുക്കുന്ന ഇവന് ഇഷ്ടമല്ല. എന്നാൽ ഞാൻ എടുക്കും കേട്ടോ. ഒരു സൈഡിൽ ബലൂൺ വീർപ്പിക്കല് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ മാത്രമല്ല ഇടതും വലുതുമായിട്ട് മത്സരിച്ച് സേവ് ദി ഡേറ്റ് ഷൂട്ടും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സാക്കിയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം സാക്കിയുടെ വാപ്പയും ഉമ്മയായിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാന്ന് വെച്ചു. അവനാണെങ്കിൽ ഒരു വിധത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം പൂച്ചക്കുഞ്ഞെ പിടിച്ചു വെക്കുന്ന പോലെ വെച്ച് എങ്ങനെയോ 2 ഫോട്ടോസ് എടുത്തു. നമ്മൾ അവനെ പിടിച്ചു വെച്ചാൽ അവനങ്ങ് ഞെരിപിരി കൊടുക്കും. ഒറ്റയ്ക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ട് അവൻ ഹാപ്പി ആയിട്ട് നിന്നു. അങ്ങനെ സമയം ലേറ്റായി വരും തോറും സാക്കിക്കുട്ടിന്റെ മൂടും മാറി വരുന്നുണ്ട്. ഇനി അവനെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാന്ന് തന്നെ കരുതി. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചു തരാം. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു കാഴ്ച കണ്ടു. എന്റെ പിന്നെ ആകാശം കാണാനായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഫോണിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നേരെ ഇരുട്ടും തോറും കളർ ചേഞ്ച് ആയി വരുന്നത് നോക്കി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഇത് കണ്ടോ. ചെയറും ടേബിളൊക്കെ സെറ്റ് ചെയ്തേക്ക് നോക്കി എങ്ങനെയുണ്ട് ടെക്നോളജി. അങ്ങനെ ഞങ്ങൾ കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല തണുത്ത മാംഗോ ഷേക്കും ലോഡർ ഫ്രൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഷേക്കിൽ ഇങ്ങനത്തെ പേപ്പർ സ്ട്രോ ഒക്കെ ഇട്ടാൽ നമ്മൾ എങ്ങനെ കുടിക്കാനാ? സ്ട്രോ കഴിച്ചിട്ട് ഷേക്ക് കുടിക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, ഒറ്റയ്ക്ക് വിഴുങ്ങാതെ എനിക്കും കൂടെ കുറച്ച് താടി അവന്റെ മനസ്സ് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് ഞാൻ കൊടുത്തു. അവനും കൂടെ ടേസ്റ്റ് അറിയട്ടെ. മതി ടേസ്റ്റ് അറിഞ്ഞത്. ബാക്കി ഞാൻ കഴിക്കട്ടെ. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ. ബൈ.